നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPIM ഉദുമ ഏരിയ കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം ചേർന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മടിയൻകൂലും ക്ഷേത്രപാലകനീശ്വര ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് സമാപനമായി. തെയ്യസംഘങ്ങൾ തിരിച്ച് യാത്രയായി. കാരുണ്യരംഗത്ത് മാതൃക തീർത്ത് ഓട്ടമലയിലെ ഓട്ടോ ഡ്രൈവർ പ്രമോദ്. ഓട്ടോ ഓടിച്ച് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും പാവപ്പെട്ട കുടുംബത്തിന് അന്നമൂട്ടി പ്രമോദ്. കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്കിലെ നവീകരിച്ച കെട്ടിടത്തിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു. ഹോസ്ദുർഗ് ബാങ്കിന്റെ ശീതീകരിച്ച കുടിവെള്ള യൂണിറ്റ് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം 18-ന് കാഞ്ഞങ്ങാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. CPM ഉദുമ ഏരിയ കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം ചേർന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പെരിയാർ കേസ് നടത്തിപ്പിന് ഫണ്ട് പിരിക്കുന്നുണ്ടെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ ഉദുമയിൽ പറഞ്ഞു. ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റുകൾ ഏത് പാർട്ടിക്ക് എത്ര തുക ഫണ്ട് കൊടുത്താലും അതൊന്നും നാട്ടുകാരറിയേണ്ട ആവശ്യമില്ല. ഇതായിരുന്നല്ലോ ഇലക്ട്രൽ ബോണ്ട് കേസിന്റെ സത്ത. അതിനെ CPIM ചോദ്യം ചെയ്തു. ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതൊക്കെ സുതാര്യമായിട്ട് തുറന്ന പുസ്തകം പോലെ നടത്തേണ്ട ഒരു കാര്യം എന്തിനാണ് ഇങ്ങനെ ആരും അറിയാത്ത നിലക്ക് ഫണ്ട് പിരിക്കാൻ അനുവാദം കൊടുക്കുന്നത്? അതിനുവേണ്ടി ഒരു നിയമം ഉണ്ടാക്കുന്നത്. നിയമത്തെ ചോദ്യം ചെയ്തല്ലോ ചില സംഘടനകളും അതോടൊപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് CPM-ഉമാണ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജി അനുവദിച്ചല്ലോ. എന്താ കോടതി പറഞ്ഞത്? ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര ഫണ്ട് കോർപ്പറേറ്റുകൾ കൊടുത്തു എന്ന കാര്യം നാട്ടിലെ ജനങ്ങളെ അറിയിക്കണം. അതുകൊണ്ട് ഇത്രാം തീയതി ഓരോ പാർട്ടിക്കും കൊടുത്തിട്ടുള്ള ഫണ്ട് സംബന്ധിച്ചുള്ള കണക്ക് പരസ്യപ്പെടുത്തണം. കള്ളക്കേസ് വന്നാൽ അത് നേരിടുന്നതിന് നിയമപരമായും പാർട്ടിപരമായും CPM-നെ സജ്ജമാക്കാനാണിതെന്നും ഇത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏരിയ സെക്രട്ടറി മധു മുതിയേക്കാൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV കുഞ്ഞിരാമൻ, VV രമേശൻ, ജില്ലാ കമ്മിറ്റി അംഗം K മണികണ്ഠൻ, K സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ. മടിയൻകൂലം ക്ഷേത്രപാലകനീശ്വര ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് സമാപനമായി. പേരറ്റൂർ കൂലം മുളവന്നൂർ ഭഗവതി ക്ഷേത്ര തെയ്യസംഘങ്ങൾ തിരിച്ച് യാത്രയായതോടെയാണ് പാട്ടുത്സവത്തിന് സമാപനമായത്. ഉത്തര കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മടിയൻകൂലം. അള്ളട സ്വരൂപം മുക്കാദം നാട്ടിന്റെ ആസ്ഥാനമാണ് മടിയൻകൂലം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദാരുശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള ഈ ക്ഷേത്രം ജാതിമത ഭേദങ്ങൾ മറന്ന് കൂട്ടായ്മയുടെ ഇതിഹാസം രചിച്ച ആഘോഷങ്ങളുടെയും കേന്ദ്രമാണ്. ആണല്ലോ കണ്ട് കയ്യെടുത്തതെന്ന് അന്ന് കയ്യെടുത്ത് പോരുന്നതായ ആ സമയത്തെങ്കിൽ ചമ്രവട്ട താത്താവും എന്റെ വൻപനും കൂടെ കണ്ട് കയ്യെടുത്തില്ലല്ലോ. ഇല്ലേ മൂലത്തെ ഇടവമാസത്തിലെ കലശവും ധനുമാസത്തിലെ പാട്ടുത്സവവുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ. ഈ വർഷത്തെ പാട്ടുത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. സമാപന ദിവസം നടന്ന ഉച്ചപൂജയിൽ പങ്കെടുത്തത് നൂറുകണക്കിന് ഭക്തരാണ്. തുടർന്ന് പെരട്ടൂർ കൂലവും മുളവന്നൂർ ഭഗവതി ക്ഷേത്ര തെയ്യസംഘങ്ങൾ തിരിച്ചു യാത്രയായി. ആശ്രിതയുടെ കാലത്ത് ഭക്തമാനസങ്ങൾക്ക് പ്രതീക്ഷയുടെ നവോന്മേഷം പകർന്നുകൊണ്ടാണ് പാട്ടുത്സവത്തിലേക്കുള്ള തെയ്യങ്ങൾ ഓരോ ദേശത്തു നിന്നും ക്ഷേത്രത്തിലെത്തി യാത്ര തിരിച്ചത്. വരും വർഷം തിരികെ വരുമെന്ന പ്രതീക്ഷയോടെ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാരുണ്യരംഗത്ത് മാതൃക തീർത്ത് ഓട്ടമലയിലെ ഓട്ടോ ഡ്രൈവർ പ്രമോദ്. എല്ലാ മാസവും 1-ാം തീയതി ഓട്ടോ ഓടിച്ച് ലഭിക്കുന്ന വരുമാനം പാവപ്പെട്ട കുടുംബത്തിന് നൽകിക്കൊണ്ടാണ് പ്രമോദ് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത്.
ബളാന്തോട് ഓട്ടമല സ്വദേശിയായ TR പ്രമോദ് വർഷങ്ങളായി ഓട്ടോ ഓടിച്ച് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തുന്നത്. വാടക വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സന്തോഷ ജീവിതം നയിക്കുന്ന പ്രമോദ് കഷ്ടതകൾ അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്താനും മറക്കാറില്ല. 2018 പ്രമോദിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് തുടർച്ചയായുള്ള ഈ കാരുണ്യ പ്രവർത്തനത്തിന് കാരണമായത്. തന്റെ ഓട്ടോയിൽ കയറിയ വീട്ടമ്മയുടെ ദുരിതം കേട്ടറിഞ്ഞ പ്രമോദ് അവരുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും വാങ്ങാതെ വീട്ടിലെത്തിക്കുകയും 1 മാസത്തേക്ക് ആവശ്യമായ അരിയും ഭക്ഷ്യസാധനങ്ങളും വാങ്ങി നൽകുകയും ചെയ്തു. തുടർന്ന് ഇങ്ങോട്ട് ഓരോ മാസവും 1-ാം തീയതി ഓട്ടോ ഓടിച്ച് ലഭിക്കുന്ന തുക മുഴുവനും പാവങ്ങളെ കണ്ടെത്തി നൽകുന്നത് പതിവാക്കുകയായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷവും പ്രമോദിന് ഏറെ വലുതാണ്. ഓട്ടോറിക്ഷ 1-ാം തീയതി ഓടുന്ന ചില ദിവസങ്ങൾ ചില മാസങ്ങളിൽ 1-ാം തീയതി ഓടുന്ന ചിലപ്പോൾ 1500 ചിലപ്പോൾ 1000 വരും. ചിലപ്പോൾ അതിൽ ഓട്ടോറിക്ഷ ബിൽഡിൻ്റെ അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ചില മാസം അറിഞ്ഞ് കേട്ട ആൾക്കാർ തരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ 1500 രൂപ 1800 2000 രൂപയ്ക്ക് അടുത്ത് വരെ വരും. അത് വരുന്ന പൈസ അങ്ങനെ തന്നെ കൊടുക്കുകയാണ്. 1 രൂപ പോലും ഞാൻ എടുക്കലില്ല. എന്നെ അടിക്കും തലേദിവസം 1-ാം തീയതി തലേദിവസം ഞാൻ എൻ്റെ കയ്യിൽ ഓടുന്ന പൈസക്ക് അതിൽ ജോലി ചെയ്ത പൈസ ഉണ്ടെങ്കിൽ അതിന് ഫുൾ ടൈം എന്നെ അടിച്ചിട്ട് 1-ാം തീയതി ഓടിയിട്ട് ആ കളക്ഷൻ കൊണ്ടിട്ട് ആരാണ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് ചാരിറ്റബിളിൻ്റെ കോടിച്ചാൽ കരുണ ചാരിറ്റബിളിൻ്റെ അതിലും കൊടുക്കും. അല്ലാതെ ആരെങ്കിലും വന്നിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകാനുണ്ട്, കുറച്ച് പൈസ തരാമോ എന്ന് ചോദിച്ചാൽ നമ്മളത് ബോധ്യപ്പെട്ട ശേഷം നമ്മൾ കൊടുക്കലുണ്ട് പൈസ. അങ്ങനെ കൊടുക്കും. അത്യാവശ്യം കാര്യങ്ങൾ നാളെ ആശുപത്രിയിൽ പോകാണ്ട് ഹോസ്പിറ്റലിൽ പോകാണ്ട് പൈസയൊന്നും കയ്യിലില്ല എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള പൈസ 1-ാം തീയതി ഓടി പൈസ വൈകുന്നേരമാകുമ്പോൾ ഞാൻ തന്നേക്കാമെന്ന് പറയും. പിന്നെ അതുമല്ല ആശുപത്രിയിൽ പോകാൻ പൈസ വണ്ടി കൊടുക്കാൻ പൈസ ഇല്ല, ഞാൻ കൊണ്ടുപോകലുണ്ട് ഹോസ്പിറ്റലിലേക്ക്. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഡ്യൂട്ടി സമയത്തൊക്കെ ആണെങ്കിൽ വണ്ടി ഞാൻ കൊണ്ടുപോകും. അപ്പോൾ വേറെ ആരെങ്കിലും അനിയനൊക്കെ ഉണ്ടെങ്കിൽ അനിയൻ്റെ കൊടുത്തു വിടുകയും ചെയ്യില്ല. തനിക്ക് പറ്റുന്ന അത്രയും കാലം കഷ്ടതകൾ അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്തു നിർത്തുമെന്ന് ഉറച്ചു പറയുകയാണ് പ്രമോദ്. ഭാര്യയായ ഷാരിയും മക്കളായ ത്രിലോക് ഓംകാർ, ത്രിദേവ് അസ്മൈ എന്നിവർ പൂർണ്ണ പിന്തുണയുമായി കൂടെ തന്നെയുണ്ട്. ന്യൂസ് ബ്യൂറോ, ബളാന്തോട്. കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്കിലെ നവീകരിച്ച കെട്ടിടത്തിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള സ്മാർട്ട് ക്ലാസ് മുറികളാണ് ഒരുക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം നടത്തുന്ന കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക് വികസനത്തിന്റെ പാതയിലാണ്. നവീകരിച്ച കെട്ടിടത്തിന്റെ സമർപ്പണ ചടങ്ങ് വിശേഷാൽ പൂജകളോടുകൂടി നടന്നു. ലോകോത്തര സാങ്കേതിക സമൂഹത്തെ വാർത്തെടുക്കുന്നതിനായുള്ള നവോത്ഥാൻ പ്രൊജക്ടിന്റെ ഭാഗമായി സ്മാർട്ട് ക്ലാസ് റൂമുകൾ നവീകരിച്ചു. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ലാബ്, വർക്ക്ഷോപ്പുകളും ഓപ്പൺ ഓഡിറ്റോറിയവും സജ്ജമാക്കിയിട്ടുണ്ട്. മുംബൈയിൽ നിന്നും UAE-യിൽ നിന്നുമുള്ള വ്യവസായ പ്രമുഖരും ടെക്നിക്കൽ ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരും മുഖ്യാതിഥികളായി പങ്കെടുത്തു. 1964 കാഞ്ഞങ്ങാട് പോളിടെക്നിക് ആരംഭിക്കുന്നത്. നിത്യാനന്ദ സ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി അദ്ദേഹത്തിന്റെ ശിഷ്യൻ ജനാനന്ദ സ്വാമികളാണ് നിത്യാനന്ദ വിദ്യാകേന്ദ്രം എന്ന സൊസൈറ്റി രൂപീകരിച്ചത്. പിന്നീട് കാഞ്ഞങ്ങാട് കുശാൽ നഗറിൽ 1966 സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് സ്ഥാപിതമായി. കേരള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും AICTEയുടെയും അംഗീകാരത്തോടുകൂടി ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളായ മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ കോഴ്സുകൾ തുടങ്ങുകയുണ്ടായി. 1983 പുതുതായി സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കൂടി ആരംഭിച്ചു. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന എയ്ഡഡ് പോളിടെക്നിക്കുകളിൽ ഒന്നായി സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് മാറി. ഈ സ്ഥാപനത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ഒരുപാട് പേർ ഇന്ത്യയിലും വിദേശത്തുമായി ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്തു വരുന്നു.
ഒട്ടനവധി പേർ സ്വന്തമായി വ്യവസായ സംരംഭങ്ങൾ നടത്തിവരുന്നുണ്ട്. നവോത്ഥാൻ 2025 ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖ വ്യവസായികളായ അവർ ശേഖർ, സുരേന്ദ്ര കല്യാൺപൂർ, ഡോക്ടർ മണികണ്ഠൻ മേലത്ത്, സാങ്കേതിക വിദ്യാഭ്യാസ വിഭാഗം റീജിയണൽ ഡയറക്ടർ ജെ സുരേഷ് കുമാർ, മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ദിവാകർ ഷെട്ടി, സെക്രട്ടറി നരസിംഹ ഷേനായി, ഡയറക്ടർ മോഹനചന്ദ്രൻ നമ്പ്യാർ, പ്രിൻസിപ്പൽ എം ജയകൃഷ്ണൻ നായർ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് ബാങ്കിന്റെ ശീതീകരിച്ച കുടിവെള്ള യൂണിറ്റ് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു. പുതിയകോട്ട ബ്രാഞ്ചിനു താഴെയായി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ശീതീകരിച്ച കുടിവെള്ള യൂണിറ്റിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി രജിസ്ട്രാർ ചന്ദ്രൻ വി നിർവഹിച്ചു. ഹോസ്ദുർഗ് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കരുവാച്ചേരി ബാലകൃഷ്ണൻ നായരുടെ സ്മരണാർത്ഥം പുതിയകോട്ട മുഖ്യ ബ്രാഞ്ചിന് താഴെയായി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ശീതീകരിച്ച കുടിവെള്ള യൂണിറ്റ് ആരംഭിച്ചു. ഡെപ്യൂട്ടി രജിസ്ട്രാർ ചന്ദ്രൻ വി ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ ദീർഘകാലം ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ കരുവാച്ചേരി ബാലകൃഷ്ണൻ നായരുടെ ഓർമ്മയ്ക്കായി നാടിലെ ജനങ്ങൾക്കും കുട്ടികൾക്കും ഉപകാരപ്രദമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സ്വാഗതവും പറയുമ്പോഴും അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പുതിയോട്ട പോലുള്ള ഒരു സ്ഥലത്തിനകത്ത് കുടിവെള്ളം എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പലപ്പോഴും ആളുകൾ പല കുപ്പിവെള്ളത്തെയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊക്കെ ഒരു പരിധിവരെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് ബാങ്ക് ഇത്തരമൊരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. ബാങ്കിൻ്റെ ഈ പ്രവർത്തനത്തെ നമുക്ക് ഏറെ ശ്ലാഘിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതിന് ഭരണസമിതിയെയും ജീവനക്കാരെയും അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ലോഹിതാക്ഷൻ പി മുഖ്യാതിഥിയായിരുന്നു. ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ഹംസ പുതിയകോട്ട സ്വാഗതവും ബാങ്ക് സെക്രട്ടറി നസീമ കെ പി നന്ദിയും പറഞ്ഞു. ഡയറക്ടർമാരായ എൻ കെ രത്നാകരൻ, വി വി സുധാകരൻ, അബ്ദുൽ ഗഫൂർ, അബ്ദുൽ കരീം, സരോജ പി, ഹസീന, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ, ചീഫ് അക്കൌണ്ടന്റ് അനിത കെ, ഇന്റേണൽ ഓഡിറ്റർ ഗീത വി വി, KCEF സംസ്ഥാന കൌൺസിൽ അംഗം വിനോദ് കുമാർ പി, താലൂക്ക് പ്രസിഡന്റ് രതീഷ് ഒ വി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം 18-ന് കാഞ്ഞങ്ങാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം 18-ന് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കുമാരൻ മുഖ്യപ്രഭാഷണം നടത്തും. വളരെ ആവേശകരമായ രീതിയിൽ മറ്റ് സംഘടനകളെ കൂടി ചിന്തിപ്പിക്കുന്നതിന് ഉപകരിക്കുന്ന തരത്തിലായിരിക്കും പ്രകടനം ഉണ്ടാകേണ്ടത് എന്നാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. പിന്നെ അന്ന് ഈ ദിവസം 18-ന് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഇപ്പം ഞങ്ങൾ നോക്കിയ അവസരത്തിൽ അറ്റൻഡ് ചെയ്യേണ്ടതേ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആവേശത്തോട് കൂടിയിട്ട് അണിനിരക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ആണുള്ളത്. ഇതിന് ഉപോത്ബലകമായ ഒരു ഘടകം എന്ന് വെച്ചാൽ നമ്മുടെ സംഘടന മാത്രമല്ല മറ്റ് സംഘടനകളും കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ബയാസ് യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ പോലും തന്നെ അതിനകത്ത് പെട്ടിരിക്കുന്ന ആൾക്കാർ കൂടിയിട്ട് ഈ സംഘടനയിൽ മറ്റ് വിവിധ രാഷ്ട്രീയ കക്ഷികളെ പോലെ തന്നെ ഇതിൽ അംഗങ്ങളാണ്. അതുകൊണ്ട് ആദ്യത്തെ സംഘടന എന്നുള്ള രീതിയിൽ ഇതിനെ ഒരു ആകർഷണീയമായ കേന്ദ്രമാക്കിയിട്ട് മാറ്റുന്നതിനുള്ളതായ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ സമ്മേളനത്തോട് അനുബന്ധിച്ച് നടക്കുന്നുണ്ട്. വയോജനക്ഷേമ വകുപ്പ് ഏർപ്പെടുത്തുക, സാമൂഹ്യ പെൻഷൻ, വയോജന പെൻഷൻ എന്നിവ പ്രതിമാസം 5000 രൂപയായി ഉയർത്തുക, വരുമാനമില്ലാത്ത വയോജനങ്ങളുടെ ക്ഷേമവും ചികിത്സയും മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുക. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ മുതിർന്ന പൗരന്മാർ അനുഭവിക്കുന്ന അവഗണനയും അവർ നേരിടുന്ന ആവശ്യതയും നേരിൽ കണ്ട് ഒരു കൂട്ടായ്മ അത്യാവശ്യമാണെന്ന് തോന്നിയതിനാണ് അഡ്വക്കേറ്റ് MCV ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് ഈ സംഘടന രൂപീകൃതമായി. ഇതിൽ കക്ഷിയ രാഷ്ട്രീയങ്ങൾക്കോ ജാതിമത ചിന്തകൾക്കോ പ്രാമുഖ്യം നൽകാതെ 60 കഴിഞ്ഞ മുതിർന്ന ഏതൊരു പൗരനും സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവരെ മുഴുവൻ സഹായിക്കുന്നതിനായി സന്നദ്ധ സേവനം നടത്തുകയെന്നാണ് സംഘടനയുടെ മുഖ്യ ലക്ഷ്യം. ജില്ലാ പ്രസിഡന്റ് T. അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിക്കും. ആദര ചടങ്ങും നടക്കും.
തുടർന്ന് നടക്കുന്ന ജില്ലാ കൗൺസിൽ യോഗം സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്യും. വരവ് ചെലവ് കണക്ക് അവതരണവും നടക്കും. സമ്മേളനത്തിൽ നിരവധി നേതാക്കൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ടി അബൂബക്കർ ഹാജി, ചന്ദ്രശേഖരൻ, PP അടിയോടി, VK അബ്ദുറഹിമാൻ, M ഗോപാലകൃഷ്ണക്കുറുപ്പ്, ശിവദാസൻ KT, സത്താർ ആവിക്കര, M പുരുഷോത്തമൻ, P പരമേശ്വരൻ, K ഇബ്രാഹിം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രം ആനന്ദാശ്രമത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു.
അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം 2024-25 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് സംഗമം നടത്തുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടത്തി വരികയാണ്. പാലിയേറ്റീവ്, അതോടൊപ്പം തന്നെ ഭിന്നശേഷി വയോജന സംഗമം, ഇങ്ങനെയുള്ള സംഗമങ്ങളാണ് നമ്മൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വർഷവും ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിനകത്ത് പാലിയേറ്റീവ് രോഗികളുടെ 750ഓളം രോഗികളാണ് നിലവിൽ പഞ്ചായത്തിനകത്തുള്ളത്. അതിൽ 200ഓളം രോഗികൾ കിടപ്പ് രോഗികളായിട്ടാണ് ഉള്ളത്. നേരത്തെ അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഇത്തരത്തിലുള്ള പാലിയേറ്റീവ് രോഗികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് സന്നദ്ധ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെയും പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ എന്നീ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഡോക്ടർമാരുടെ സേവനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീടുകളിൽ രോഗികളെ സന്ദർശിക്കുകയും അവർക്കൊരു സാന്ത്വന പരിചരണം നൽകുക എന്നതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കൃഷ്ണൻ മാസ്റ്റർ, മീന, ഷീബ ഉമ്മർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പുഷ്പ, ദാമോദരൻ, പഞ്ചായത്ത് മെമ്പർമാർ, IMA പ്രസിഡന്റ് ഡോക്ടർ ശശിധർ റാവു, ഡോക്ടർ നിഷ, ഷിജി ശേഖർ, ഡോക്ടർ ധനേഷ്, ഡോക്ടർ അനിൽകുമാർ, സമീറ, ശ്രീനിവാസൻ HI എന്നിവർ സംസാരിച്ചു. സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആനന്ദാശ്രമം, കുളവയൽ ബ്രദേഴ്സ് ക്ലബ്ബ്, സന്നദ്ധ പ്രവർത്തകർ, സ്ഥാപനങ്ങൾ എന്നിവർ കിറ്റ് നൽകി. പാലിയേറ്റീവ് തലത്തിൽ പ്രവർത്തനം നടത്തുന്ന പഞ്ചായത്ത് തല പാലിയേറ്റീവ്, കനിവ്, സേവാഭാരതി, PTH എന്നിവരുടെ പ്രവർത്തകരെ ആദരിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് CDSന്റെ വക മെഡിക്കൽ ബെഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി. രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ NSS കുട്ടികൾ, പാലിയേറ്റീവ് പ്രവർത്തകർ, ഫോക്ലോർ അവാർഡ് ജേതാവ് സുഭാഷ് അറുകര, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. AK കുഞ്ഞിരാമൻ അനുസ്മരണം വാണിയാംപാറയിൽ നടന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാവതി ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാക്കളിലൊരാളായ AK കുഞ്ഞിരാമന്റെ 38ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ പൊതുയോഗവും വാണിയമ്പാറ വീരപ്പച്ചേരിക്കാർ സ്മാരക പരിസരത്ത് വെച്ച് നടന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ E പത്മാവതി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ പറഞ്ഞു, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു 2025 നവംബർ മാസം 1-ാം തീയതി അന്ന് കേരള പിറവി ദിനത്തിൽ ഈ കേരളം പ്രഖ്യാപിക്കും, ഈ രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം ഇതാ മാറിയിരിക്കുന്നു എന്ന് ഈ കേരളം പ്രഖ്യാപിക്കും. അതാണ് കേരളത്തിലെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. ഇങ്ങനെ ജനപക്ഷമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഈ കേരളത്തിലെ സർക്കാർ അതിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ തലയാട്ടുന്നവരല്ല, അതിനോട് സമരസപ്പെടുന്നവരല്ല, അതിനോട് പ്രതിരോധം തീർക്കുന്നവരായിട്ട് നമ്മൾ മാറണം. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കൂ, എന്തൊരു അരക്ഷിതാവസ്ഥയിലായിരുന്നു ഈ കേരളത്തിലെ സ്ത്രീകൾ. ഇപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ നിർഭയമായി നിങ്ങൾ മുന്നോട്ട് പോകൂ, സധൈര്യം നിങ്ങൾ മുന്നോട്ട് പോകൂ. അതാണ് കേരളത്തിലെ സർക്കാർ ഈ കേരളത്തിലെ സ്ത്രീകളോട് പറയുന്നത്. ചിത്താരി ലോക്കൽ സെക്രട്ടറി P കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരത്തിൽ A ഗ്രേഡ് നേടിയ രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെയും നാടൻപാട്ട് കലാകാരൻ ഷിംജിത് ബംഗളത്തെയും അനുമോദിച്ചു. കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M പൊക്ലൻ, K സബീഷ്, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ, ചിത്താരി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ A പവിത്രൻ മാസ്റ്റർ, P രാധാകൃഷ്ണൻ, KV സുകുമാരൻ, സംഘാടക സമിതി കൺവീനർ AV പ്രമോദ്, ചെയർമാൻ AK ജിതൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നാടൻപാട്ടും അരങ്ങേറി. തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ മത്സ്യവിപണന കേന്ദ്രം വീണ്ടും തുറക്കാനുള്ള ഉടമയുടെ നീക്കം നാട്ടുകാർ തടഞ്ഞു. 1 ലക്ഷത്തോളം രൂപയുടെ മത്സ്യവുമായി എത്തിയ മിനി ലോറിയാണ് തിരിച്ചയച്ചത്. ബീരിച്ചേരി പ്രദേശത്ത് മലിനീകരണ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന പരാതിയിൽ നാട്ടുകാർ ഇടപെട്ട് 4 മാസം മുൻപ് അടപ്പിച്ച വിപണന കേന്ദ്രം
ഹൈക്കോടതി അനുമതിയിൽ തുറക്കാനുള്ള ഉടമയുടെ നീക്കത്തെ സ്ത്രീകൾ ഉൾപ്പെടെ നാട്ടുകാർ തടയുകയായിരുന്നു. വിവരമറിഞ്ഞ് ചന്ദേര SI KP സതീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അനുനയമുണ്ടാക്കിയതോടെ സംഘർഷാവസ്ഥ ഒഴിവാവുകയായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് മത്സ്യവിപണന കേന്ദ്രം ഉടമകളും തൊഴിലാളി നേതാക്കളും ചേർന്ന് തൃക്കരിപ്പൂരിൽ വാർത്താസമ്മേളനം വിളിക്കുകയും പിറ്റേന്ന് ബീരിച്ചേരിയിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ ഭാരവാഹികൾ വിശദീകരണവുമായി വാർത്താസമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ മത്സ്യവിപണന കേന്ദ്രം തുറക്കാനുള്ള നീക്കമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. അതേസമയം പ്രശ്നപരിഹാര ശ്രമവുമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ പഞ്ചായത്ത് ചേംബറിൽ യോഗം വിളിച്ചു ചേർത്തു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പടന്ന ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് വയോജന സംഗമത്തിൽ സംഘടിപ്പിച്ച നെല്ലുകുത്തൽ മത്സരം ശ്രദ്ധേയമായി. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പടന്ന ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വയോജന സംഗമം ശ്രദ്ധേയമായി. അന്യം നിന്നു പോകുന്ന നെല്ലുകുത്തലും ചൂല് നിർമ്മാണവും ഓലമെടയിലും വേറിട്ട അനുഭവമായി. 90 വയസ്സുള്ള പാറുവമ്മയും M ജാനകിയും ജമീലയും കുഞ്ഞിരാമനുമെല്ലാം പ്രായം മറന്ന് പരിപാടികളിൽ പങ്കാളികളായി. 85 വയസ്സുള്ള EV മാധവിയമ്മ പുതുമണവാട്ടിയായി വയോജനങ്ങൾ ഒപ്പന അവതരിപ്പിച്ചു. തിരുവാതിര, കുടുംബശ്രീ പ്രവർത്തകരുടെ നൃത്യങ്ങൾ, മനീഷ തിയേറ്റേഴ്സ്, കൈരളി ഗ്രന്ഥാലയം, വനിതാവേദി എന്നിവയുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ. രംഗകലയിൽ നർമ്മമർമ്മത്തിന് ഏറെ പ്രാധാന്യമുള്ള ചാക്യാർകൂത്ത് അവതരണം വിദ്യാർത്ഥികൾക്ക് അപൂർവ അവസരമൊരുക്കി. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാരംഗം സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ചാക്യാർകൂത്തിന്റെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ സെമിനാറും ചാക്യാർകൂത്ത് അവതരണവും നടത്തിയത്. രാമായണത്തിലെ അങ്കദദൂത് എന്ന ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സെമിനാറും അഭിനയ വാക്ചാരുതിയോടെ അവതരിപ്പിച്ച ചാക്യാർകൂത്ത് അവതരണവും നടന്നത്. കലാ ആസ്വാദനത്തിന് സദസ്സിലെത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ചാക്യാർകൂത്ത് അവതരണത്തിൽ കണക്കിന് പരിഹസിച്ചത് വിദ്യാർത്ഥികൾക്ക് ആദ്യ അനുഭവമായി. അത് ചെറിയ പരക്കന്മാരല്ല, ഈ വലിയ വലിയ പരക്കന്മാരൊക്കെ അജ്ഞാനം ഇല്ലാണ്ട് നടന്നാലോ? ഇതിനൊക്കെ ഒരു വ്യവസ്ഥ വേണ്ട. ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഒരാളില്ലാത്തോണ്ടല്ലേ ഓരോരുത്തരും ആളുകൾ അങ്ങനെ നടക്കണമല്ലോ. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാമണ്ഡലം ജിഷ്ണു പ്രതാപാണ് ചാക്യാർകൂത്ത് അവതരിപ്പിച്ചത്. നേപഥ്യ ജിനേഷ് മിഴാവിൽ താളമിട്ടു. ഇൻട്രാക് ഫോക്ലാൻഡ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംവേദനപരമായ സെമിനാറും ചാക്യാർകൂത്ത് പ്രദർശനവും നടത്തിയത്. സ്കൂൾ പ്രധാനാധ്യാപകൻ MC ഷിഹാബ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലാ സെക്രട്ടറി അനീഷ് വെങ്ങാട്ട് വിഷയാവതരണം നടത്തി. വിദ്യാരംഗം സ്കൂൾ കൺവീനർ M മനു, SRG കൺവീനർ K പ്രകാശ്, സ്റ്റാഫ് സെക്രട്ടറി V ഹരീന്ദ്രൻ, സീനിയർ അസിസ്റ്റന്റ് S മനോജ്, VK ശശികല, K ശ്രീപ്രിയ എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല.
മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ബസ് ജീവനക്കാർക്കായി ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു ക്ലാസ് നടന്നത്. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ബസ് ജീവനക്കാർക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ RTO CV പ്രവീൺ, MVIP ശ്രീനിവാസ് എന്നിവർ ക്ലാസ് എടുത്തു. വളരെ ലഘുവായ പല കാര്യങ്ങളുണ്ട്. ജീവൻ രക്ഷോപകരണങ്ങളായ സീറ്റ് ബെൽറ്റ് ധരിക്കണം, ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അത് ധരിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഇനിയും ബോധവൽക്കരിക്കപ്പെടാത്തത് എന്നാണ് നമുക്ക് പറഞ്ഞു തരാനൊക്കെ പറ്റും അല്ലേ? പറഞ്ഞു തരുന്നതിനും ക്ലാസ് എടുക്കുന്നതിനും ഒക്കെ ഒരു പരിമിതികളുണ്ട്. നമ്മൾ സ്വയം ബോധവൽക്കരിക്കപ്പെട്ടേ പറ്റൂ. ഞാൻ ജീവിക്കണം, എൻ്റെ കുടുംബത്തെ ഞാൻ വേണം, ഞാൻ രാവിലെ പുറപ്പെട്ടാൽ വൈകിട്ട് തിരിച്ച് വീട്ടെത്തണം, സുരക്ഷിതമായി വീട്ടെത്തണം എന്നുള്ള ഒരു ബോധം നമ്മളിൽ എന്തുണ്ടാവുമോ അന്ന് മാത്രമേ റോഡപകടങ്ങൾ കുറയാൻ പറ്റൂ. AMVI K മനീഷ് സംസാരിച്ചു. ജില്ലയിലെ നിരവധി ബസ് ജീവനക്കാർ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KPSTA കാസർഗോഡ് ജില്ലാ സമ്മേളനം 18, 19 തീയതികളിലായി പാലക്കുന്ന് മാഷ് ഓഡിറ്റോറിയത്തിൽ നടക്കും. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് K രമേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിനുതകുന്ന വിവിധ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വലിയ രീതിയിലുള്ള നീതി നിഷേധത്തിനും ആനുകൂല്യ നഷ്ടങ്ങൾക്കും അധ്യാപകർ ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുവാനും അധ്യാപക സമൂഹത്തിന്റെ മനോവീര്യം വീണ്ടെടുക്കുന്നതിനുമായാണ് ഇത്തവണത്തെ ജില്ലാ സമ്മേളനമെന്നും ഭാരവാഹികൾ പറഞ്ഞു.
18 രാവിലെ 10 മണിക്ക് റവന്യൂ ജില്ലാ കൗൺസിൽ യോഗവും തുടർന്ന് പ്രതിനിധി സമ്മേളനവും നടക്കും. സംസ്ഥാന പ്രസിഡന്റ് കെ രമേശൻ ഉദ്ഘാടനം ചെയ്യും. 2 മണിക്ക് സർഗലയം അധ്യാപക കലാപരിപാടികൾ നടക്കും. 2ാം ദിവസമായ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പതാക ഉയർത്തും. തുടർന്ന് റവന്യൂ ജില്ലാ കൾച്ചറൽ ഫോറം നടത്തുന്ന സ്വാഗത ഗാനത്തോടെ ഉദ്ഘാടന പരിപാടി ആരംഭിക്കും. സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഡോക്ടർ ഖാദർ മാങ്ങാട് ക്ലാസ് എടുക്കും. ഉച്ചകഴിഞ്ഞ് സമാപന സമ്മേളനം നടക്കും. ജില്ലാതലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും പ്രതിഭ തെളിയിച്ച അധ്യാപകരെ മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എൻ നന്ദികേശൻ ആദരിക്കും. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി സമ്മേളനം സമാപിക്കും. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുഗതൻ, ജില്ലാ സെക്രട്ടറി PT ബെന്നി, സംസ്ഥാന സമിതി അംഗം അശോകൻ കോടോത്ത്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ എ ജയദേവൻ, കെ ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസ് മാരുതി സുസുക്കി അറേന ഔട്ട്ലെറ്റ് കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം തുടങ്ങി. പുതിയ കോട്ടയിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. വാഹന സംബന്ധമായ എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കിക്കൊണ്ട് പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് മാരുതി സുസുക്കി അറേന ഔട്ട്ലെറ്റ് കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം തുടങ്ങി. പുതിയ കോട്ടയിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത നിർവഹിച്ചു. പോപ്പുലറുമായുള്ള ബന്ധം, എൻ്റെ വ്യക്തിപരമായ ബന്ധം എന്ന് പറയുന്നത് 2004 ആദ്യമായിട്ട് ഒരു കാറ് വാങ്ങിക്കുമ്പോൾ അന്നത്തെ ഏറ്റവും കൂടുതൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന മാരുതി 800 ആയിരുന്നു. പക്ഷെ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ശരിക്കും അന്ന് കാർ എടുക്കാൻ കണ്ണൂരാണ് പോയത്. കണ്ണൂരാണ് ആദ്യത്തെ സർവീസിന് പോയത് പോലും കണ്ണൂരാണ്. അപ്പോൾ ഞങ്ങളൊരു ടൂർ പോകുമ്പോൾ അങ്ങ് പോയതായിരുന്നു. ഫസ്റ്റ് സർവീസിന് പോകുന്നതടക്കം, കാരണം എന്തായാലും കണ്ണൂർ വരെ പോകണമല്ലോ, അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോവുക എന്നുള്ളതായിരുന്നു. അത് മാറിയിട്ട് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇത്രയും സൗകര്യങ്ങൾ, നമ്മുടെ ആളുകളുടെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്താഗതികൾ തന്നെ മാറിയിട്ടുണ്ട്. കൗൺസിലർ PK വീണ, ബിൽഡിംഗ് ഓണർ രമേശ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് കാരാട്ട് തറവാട് ആയില്യം ഉത്സവം നടന്നു. ബ്രഹ്മശ്രീ മാങ്കുളം പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിദ്ധമായ കാഞ്ഞങ്ങാട് ലക്ഷ്മി നഗർ കാരാട്ട് തറവാട്ടിൽ ആയില്യം ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. മാങ്കുളം പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടന്നത്. നൂറും പാലും, പായസം, പുഷ്പാഞ്ജലി, ഇളനീരഭിഷേകം തുടങ്ങിയ വഴിപാടുകൾ നടത്താനുള്ള സൗകര്യം ഭക്തർക്ക് ഒരുക്കിയിരുന്നു. നിരവധി ഭക്തജനങ്ങളാണ് ആയില്യം ഉത്സവത്തിന്റെ ഭാഗമാവാൻ കാരാട്ട് തറവാട് സന്നിധിയിൽ എത്തിച്ചേർന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM ഉദുമ ഏരിയ കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം ചേർന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മടിയൻകൂലും ക്ഷേത്രപാലകനീശ്വര ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് സമാപനമായി. തെയ്യസംഘങ്ങൾ തിരിച്ച് യാത്രയായി. കാരുണ്യരംഗത്ത് മാതൃക തീർത്ത് ഓട്ടമലയിലെ ഓട്ടോ ഡ്രൈവർ പ്രമോദ്. ഓട്ടോ ഓടിച്ച് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും പാവപ്പെട്ട കുടുംബത്തിന് അന്നമൂട്ടി പ്രമോദ്. കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്കിലെ നവീകരിച്ച കെട്ടിടത്തിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു. ഹോസ്ദുർഗ് ബാങ്കിന്റെ ശീതീകരിച്ച കുടിവെള്ള യൂണിറ്റ് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം 18-ന് കാഞ്ഞങ്ങാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.